പോളിസിയിലുള്ളതാണ്. എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അല്ലെ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 6:31-32. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യം എന്നൊക്കെ ഒന്ന് പറഞ്ഞ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യാക്കോബ് അന്വേഷിക്കണത് എന്താണ്? അവിടുത്തെ നീതി, അല്ലേ? ഫിലിപ്പോസ് അന്വേഷിച്ചത് എന്താണ്? അവിടുത്തെ രാജ്യം. അതാണ് എൻ്റെ വിഷയം. അത് ഇത് ഉടമ്പടി രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ഫിലിപ്പോസ് എന്താ ചെയ്യാനുള്ളത്? അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ആ ഫൈനാൻസ് ബിസിനസ് രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ്. അവൻ അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുകയാണ്, ഇല്ലേ? യാക്കോബ് എന്താണ് അന്വേഷിക്കുന്നത്? അവിടുത്തെ നീതി. എന്നാൽ സാമൂഹ്യമായി ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ മറ്റുള്ള വിശ്വാസിയെ തുടരുന്നതിൽ അർത്ഥമില്ല. വിശ്വാസം മറ്റുള്ളവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകട്ടെ. ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കൈവല്യ നിന്ദയാമേ ബലവല്ല നിൻകൃപയാമേ കൈവല്യ നിൻകൃപയാമേ ബലവല്ല ലൂക്കാന്റെ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ചില സമയം സന്ധിപ്പിന്റെ സമയത്ത് നമുക്ക് കൂടുതൽ ചിലവാകും. ഇന്നലെ ഒരു സാക്ഷ്യം പറയണത്, ഇന്നലെ ഒരു മോള് സാക്ഷ്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. അത് പറയണത്, ഞാൻ പണ്ടൊക്കെ ഒരു മനുഷ്യന്, ഓർത്തഡോക്സ് സഹോദരിയാണ്, പണ്ടൊക്കെ ഒരു മനുഷ്യന് ഞാൻ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു, അങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന്. ഉടമ്പടി എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പം എന്നാ എൻ്റെ കൈ വന്നതുപോലെ ഞാൻ കൊടുക്കുമെന്ന്. അത് വലിയ നോട്ടായാലും ചെറിയ നോട്ടായാലും കയ്യിൽ എന്താ കിട്ടണത് അത് ഞാൻ കൊടുക്കുമെന്ന്. അപ്പോൾ എന്താ പറ്റി? കൊടുത്തപ്പോൾ എന്ത് പറ്റി? കൊടുക്കും നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കുരുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിൽ. കർത്താവിൻ്റെ വാക്കതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 6:36 ലൂക്കാ സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ 6:38. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് വിഷയം. അമർത്തിക്കുരുക്കി നിറച്ചളന്ന് അവൻ നിന്റെ മടിയിലിട്ട് തരും. അതായത് ഈ രണ്ട് കക്ഷികൾക്കും നല്ല ജോലി ഉയർച്ച വന്നിരിക്കണത്, ആവശ്യത്തിലേറെ പണമായി. എന്താ കാര്യം? ആ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്ന് യാക്കോബിൻ്റെ പ്രവർത്തനം, രണ്ടാമത്തത് ഫിലിപ്പോസിൻ്റെ പ്രവർത്തനം. ഈ യാക്കോബിൻ്റെ പ്രവർത്തനത്തെ പറയണം, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും
അതാണ് ആദ്യം നോക്കേണ്ടത്. പ്രയോറിറ്റി എന്താണ്? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫിലിപ്പോസിൻ്റെ പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് മുൻതൂക്കം. കരുണയുടെ വർഷം മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള കർത്താവിൻ്റെ നിർദ്ദേശം, കരുണയുടെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണതാണ് ആദ്യത്തെ കാരുണ്യം. കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുന്നതിന് രണ്ടാമത്തെ ഗ്രേഡേ ഉള്ളൂ. കർത്താവിനെ അറിയിക്കുന്ന, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണത്? എന്താണ് 6:33 എന്താ പറയണത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും. ഫിലിപ്പോസിൻ്റെ ജോലിയാണത്. ഫിലിപ്പോസ് എന്താ ചെയ്തത്? എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, അവൻ്റെ കൂടെ ചേർന്ന് നടന്നിട്ട് അങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കണത്? വായിക്കണമല്ലാതെ മനസ്സിലാകുന്നുണ്ടോ എന്ന്. ബൈബിൾസ് പറയും, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ശാന്തനായിരുന്നു. ഇത് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയുന്നതോ വേറെ ആൾക്കാരെക്കുറിച്ച് പറയുന്നതോ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് കയറി ഇരിക്കാൻ അനുവദിക്കുമോ? ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയാമോ? അത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്ന് പറയും.